നെൽവിളക്കും വെച്ച് രാത്രി എന്നെയും കാത്തിരിക്കേ തെക്കി തൊടിക്കരികിൽ ആലോചിച്ചു തിരിച്ചറിഞ്ഞു അരികിൽ വന്നെന്നെ എതിരേറ്റു നീ തുളുനാടൻ നിന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ ചെണ്ടളർ ചുണ്ടത്തും മുത്തം തരും എന്റെ പള്ളിയറയുടെ വാതിൽ നിനക്ക് തുറന്നേ തരും. അച്ഛൻ പോയതേ ഉള്ളൂ. ആ അഴുക്ക് അവിടെ തന്നെ ഇരിക്കണം. അളിയ എന്തളിയാ വന്നത്? ഇതുവഴി പോയപ്പോഴേ അളിയന് കയറി ഒരു ഫ്രഞ്ച് കിസ്സുകാരാന്ന് വിചാരിച്ചു. ഇന്ന് നശിപ്പിക്കരുതേ. എടാ വേലിപ്പത്തലിന്റെ നീളമുള്ളവനെ കഷണ്ടി തലയാ. നിനക്ക് നാണാവൂലേടാ എന്റെ മുമ്പ് കിടന്ന് ജയഭാരതി കളിക്കാൻ. നിന്റെ അച്ഛൻ മരിച്ച 16 അടിയന്തരം ഇന്നലെ തന്നെ ആയിരുന്നു. അങ്ങേര് പറഞ്ഞ ശ്രീധന പൈസ എനിക്ക് ഇപ്പൊ കിട്ടണം. അങ്ങനെയൊന്നും പറയലില്ല. ഇതെല്ലാം കേട്ടോണ്ട് എന്റെ അച്ഛൻ മോളിൽ കിടന്ന് കറങ്ങുകയാണ്. നിന്റെ അച്ഛൻ എന്തൊരു ഫാനാ. എന്റെ ഓർത്ത് ഉരുകിയാണ് എന്റെ അച്ഛൻ തീർന്നത്. അപ്പൊ ഫാനിന്റെ മോനല്ല, മെഴുകുതിരിയുടെ മോനാ. അളിയനെ ശ്രീധന്റെ കാശ് ചോദിക്കാൻ നാക്കിൽ വാണ്ട്. അല്ലേ എന്റെ അച്ഛൻ മരിച്ചപ്പോഴേ ഉടനെ കർമ്മങ്ങളെ ചെയ്ത് അടക്കിയതാണ് ഞാൻ. ഇത്തിരി നേരം ഇരുന്ന് കഴിഞ്ഞ അലിഞ്ഞു പോവാൻ നിന്റെ അച്ഛൻ ഐസ്ക്രീം ആയിരുന്നാടാ. എനിക്ക് സംശയമുണ്ട് അതിന്. നീ നിന്റെ അച്ഛനെ തല്ലി കൊന്നിട്ട് പെട്ടെന്ന് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയല്ലേ എടുത്ത് അടക്കിയത്. അങ്ങനെയൊന്നും പറയുന്നില്ല. എന്റെ അച്ഛനെ എന്റെ ദൈവമായിരുന്നു. അതെ, എന്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവിടെ വിരുന്നിന് വന്നപ്പോ ഞാൻ കണ്ട്. സാധാരണ ഇവിടെ ഫോട്ടോ ചിവരിൽ ദൈവത്തിന്റെ ഫോട്ടോയിൽ വെക്കണത്. നീ നിന്റെ അച്ഛനെ ചവിട്ടിയെടുത്ത് ചെവരി കയറ്റി വെച്ചിരുന്നു. അത് ഒറ്റ കാലും അളിയപ്പോ എന്തിനു വന്നത്? എനിക്ക് എന്റെ ശ്രീധന പൈസ ഇവിടെ ഇപ്പൊ കിട്ടണം. ഇല്ലെങ്കിലേ നിന്റെ പെങ്ങള് വീട്ടിൽ നിൽക്കും. വീട്ടിൽ നിൽക്കുകയല്ലേ അവള്? എന്റെ വീട്ടിലല്ല, നിന്റെ വീട്ടിൽ നിൽക്കും. ശ്രീധരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എന്റെ അച്ഛന്റെ ബോഡി കുളിപ്പിക്കുന്ന സമയത്തെ അളി എന്തിനളിയാ അതിന്റെ ഓപ്പോസിറ്റ് ഒരു പെണ്ണ് കുളിക്കണം ഫ്ലക്സ് കൊണ്ടുവച്ചത്. നിന്റെ അച്ഛന്റെ കുളി വൃത്തിയാവണമെങ്കിലേ ഓപ്പോസിറ്റ് ഒരു പെണ്ണ് എന്ന് കുളിക്കണം. മനസ്സിലായോ? അതുകൊണ്ടാണ് വെച്ചത്. അല്ല, എന്റെ അമ്മ കിടന്ന് കരഞ്ഞപ്പം അളി എന്തിനാ അമ്മയുടെ അടുത്തെന്ന് പറഞ്ഞത്? ഇങ്ങനെ കരയരുത്, ദൈവകോപം ഉണ്ടാവുമെന്ന്. പിന്നല്ലാതെ തലേ ദിവസം വരെ അങ്ങേര് ചാവണമെന്ന് പ്രാർത്ഥിച്ചോരെ പിറ്റേ ദിവസം അങ്ങേര് ചത്ത് കിടക്കുമ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവകോപം അല്ലാതെ തേങ്ങ അളിയന് മാത്രമേ എന്റെ അച്ഛനൊരു വിലയില്ലാതുള്ളൂ. എന്റെ അച്ഛനെ ഈ വീടിന്റെ വിളക്കായിരുന്നു. വിളക്ക്. അത് കറക്റ്റാണ്, വിളക്കാണ്. ആ വിളക്കിന്റെ വെട്ടം അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ കണ്ടപ്പോഴാണ് നിന്റെ അമ്മ ഇവിടെ നിന്ന് പിണങ്ങി 6 മാസം വീട്ടിൽ പോയി നിന്നത്. പറയില്ല. ഇതെല്ലാം കേട്ടോണ്ടേ എന്റെ അച്ഛൻ മോളിൽ നിൽക്കുകയാണ്. അല്ലെങ്കിൽ മേലെ ഇരുന്ന് ഒളിച്ചിരുന്നേക്ക് അങ്ങേർക്ക് ഭയങ്കര അളിയാ, നമ്മളെ കല്യാണത്തിന് എന്റെ അച്ഛൻ വന്ന് അളിയനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞല്ലേ എന്റെ അച്ഛനുള്ളതെല്ലാം അളിയനാണെന്ന്. കെട്ടിപ്പിടിച്ചപ്പോ എനിക്ക് അപ്പോഴെ തന്നെ കിട്ടി. എന്റെ അച്ഛന്റെ വട്ടച്ചൊറിയും തേയാൻ പറ്റും. ആ NH-ന്റെ സൈഡിൽ കിടക്കണ നിനക്കാണെന്ന് അച്ഛൻ പറഞ്ഞ ഞാൻ കേട്ടല്ലേ. ഇത് കേൾക്കണവര് വിചാരിക്കും NH-ന്റെ സൈഡിൽ കിടക്കണ കോടിക്കണക്കിന് രൂപയുള്ള വസ്തുവാണെന്ന്. ആ ഒരു പാട്ട സൈക്കിള്, അതും ഒറ്റ ടയറുള്ളത്. അളിയൻ കൂടുതൽ മാന്യനൊന്നും ആവണ്ട. കല്യാണം കഴിഞ്ഞ് 3 മാസം അളിയൻ പോലീസ് സ്റ്റേഷനിൽ കിടന്നതിന്. അത് ഞാൻ മാന്യനായോണ്ടാണ് ആരടുത്തും പറയാത്തത്. നിന്റെ അച്ഛൻ കാണിച്ചു തന്ന NH-ന്റെ സൈഡിൽ കിടന്ന കണ്ണിക്കണ്ടവന്റെ സൈക്കിൾ എടുത്തതിനാണ് 3 ദിവസം എന്നെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയിരുന്നത്. ഭാഗ്യത്തിന് എന്നെ നിക്കറി നിർത്തിയില്ല. അപ്പൊ അളിയന് മോളിലോട്ട് നല്ല ഇടപാടൊക്കെ ഉണ്ടോ അല്ലളിയാ? അതാണ് നിക്കറി നിർത്താത്തത്. മോളിൽ ഇടപാടുള്ളത് കൊണ്ടല്ല, താഴെ പിടിപാടില്ലാത്തതുകൊണ്ടാണ് എന്നെ നിക്കറിൽ നിർത്താത്തത്. എനിക്ക് എന്റെ ശ്രീധന പൈസ ഇപ്പൊ കിട്ടണം. ആളെ യാത് ലോകത്തളിയാ ജീവിക്കണത്? ഇന്ത്യൻ ഭരണഘടനയിലെ ശ്രീധനം വാങ്ങണതും കൊടുക്കണതും കുറ്റകരമാണ്. ഞാൻ ഇപ്പൊ വിളിക്കാം. അല്ലെ ഒന്നുകൂടെ പറഞ്ഞാളിയത്. അതായത് ഇന്ത്യൻ ഭരണഘടനയില് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ്. എന്നാലേ അളി എന്റെ വീട് വരെ ഒന്ന് വരണം. എന്നിട്ട് എന്റെ പെങ്ങളെ കെട്ടി അവിടെ വന്നിരിക്കണം സ്ത്രീധനം വാങ്ങിക്കാൻ. എന്നിട്ട് അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം, സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും കുറ്റമാണെന്ന്. പക്രുചേട്ടാ, സാധാരണ ഇങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ ഞാൻ നേരെ പക്രുചേട്ടനിലേക്കാണ് ഇട്ട് തരുന്നത്. പക്ഷെ ഞാൻ ഒന്ന് ഡൈവേർട്ട് ചെയ്യാണ്. ഓക്കെ, ഞാനത് തന്നെ ആലോചിച്ചു. അവിടെ 3 പേരുണ്ട് ബാക്ക് ബെഞ്ചേഴ്സും. ഭീകര ചിരിയായിരുന്നു. പിന്നെ ഒരു കുട്ടി ചിരി നമുക്ക് അപർണയിൽ കിട്ടി. അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ നോൺ സ്റ്റോപ്പ് തുടക്കം മുതൽ ലാസ്റ്റ് ക്ലൈമാക്സ് വരെ ആ 3 പേരിരുന്ന് വൻ ചിരിയായിരുന്നു. കേക്കട്ടെ, ഇത്ര ചിരിക്കാൻ നിങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തോ? എൻജോയ് ചെയ്തു. ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്കിറ്റ് കാണുന്നേ? ലൈവായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. നേരിട്ടാണ് കുറച്ചൊരു രസമുണ്ട്. അതെ, ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ. പറഞ്ഞേട്ടെ മോളെ അപർണേ, എങ്ങനെ ഉണ്ടായിരുന്നു?
ചേട്ടന്മാരുടെ തമാശക്ക് ഇഷ്ടപ്പെട്ടോ? അയ്യടാ, താങ്ക് യു. യെസ് പകർ ചേട്ടാ. സജയൻ ആൻഡ് വിനോദ് നല്ല ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അത്യാവശ്യം നന്നായിട്ട്, പ്രത്യേകിച്ച് ഈ മരണവീടെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതിനകത്ത് നിന്നൊക്കെ തമാശ ഉണ്ടാക്കൽ ഇത്തിരി പാടാ. പക്ഷെ നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. അത്യാവശ്യം അതൊന്ന് പൊലിപ്പിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ കട്ടയ്ക്ക് തന്നെ നിന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചു വെച്ചിട്ടുണ്ട്. വിനോദ് ഒരു ഇച്ചിരി ടെൻഷൻ മാറ്റി വെക്കണം. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഡയലോഗ് പറഞ്ഞ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രസങ്ങൾ, അത് ആ ക്യാരക്ടറൊക്കെ മനസ്സിലാക്കി കുറച്ച് സമയമൊക്കെ എടുത്ത് കളിക്കുമ്പോൾ ഒരു സുഖമാണ് നമുക്ക് കാണാൻ. കേട്ടോ, പ്രത്യേകിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞാലും ചിരിക്കാൻ ഇവർ റെഡി ആയിട്ടിരിക്കുക. അത്ര നല്ലൊരു ഓഡിയൻസിനെയും കൂടെ കിട്ടുമ്പോൾ നമ്മൾ ഒന്നുകൂടെ എനർജി ആവണം. കുഴപ്പമില്ല, അടുത്തേല് ഇതിന്റെ മേളിൽ കളിക്കണം തീർച്ചയായും, ഭംഗിയായിട്ട് കേട്ടോ. ഈ ടെൻഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് യോഗ ടീച്ചറിനോട് ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമുക്ക് ഈ യോഗയിലൂടെ ടെൻഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന വെപ്രാളം അതൊക്കെ കുറയ്ക്കാൻ പറ്റുമോ? ഈ മെഡിറ്റേഷൻ ഇക്വലന്റ് ആണോ ഈ യോഗ ചെയ്യുമ്പോ? കുറക്കാൻ പറ്റും. ശരി, ഒരു 2 ടിപ്പ് പറഞ്ഞു തരാമോ? വിനോദേട്ടനും ഞങ്ങൾക്കും കൂടെ പറ്റുന്ന രീതിയിൽ. ടെൻഷൻ വന്നാല് നമുക്കൊരു മെഡിറ്റേഷൻ ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. ഷുവർ. നമ്മളുടെ വലത്തെ കൈ റൈറ്റിലോട്ടു, ഇടത്തെ കൈ ലെഫ്റ്റിലോട്ടു തിരിക്കാന്. അപ്പൊ അത് 2 ഒരുമിച്ചിട്ട് തിരിച്ചാല് നമ്മളെ മൈൻഡ് ഈ കയ്യിലെണ്ണ ഉണ്ടാവും. അപ്പൊ നമ്മളെ ടെൻഷൻ കുറയും. ഇതിപ്പോ ആലോചിച്ചിട്ട് ടെൻഷൻ ആവുമല്ലോ. ഈ ടെൻഷൻ എങ്ങനെ കുറയ്ക്കും? ടെൻഷൻ കുറവില്ല, നമ്മുടെ ടെൻഷൻ നമ്മൾ മറക്കും അല്ലേ? അതെ, നമ്മളെ മൈൻഡ് ഫുള്ള്. ഞാൻ ചെയ്യുന്ന കറക്റ്റ് ആണോ? അല്ല, തെറ്റ്. ഇങ്ങനെയല്ലേ? ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം അങ്ങോട്ടും പോണം. തെറ്റാണ്. ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോ, ഇടത്തേക്ക് വലത്തോട്ടും. അതായത് ഇതിങ്ങനെ പോകുമ്പോ കറക്റ്റ് ചെയ്യുന്നുണ്ട് കുട്ടികൾ. ഇതല്ലേ? അല്ല, ഇത് നോക്കൂ, ഞാൻ കാണിച്ചു തരാം. കറക്റ്റാണോ? അല്ലേ? ഞാൻ ചെയ്യുന്ന കറക്റ്റ് ആണ്. ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണ്. ആക്കി ഇതിങ്ങനെ പോവും. അപ്പൊ ഈ സാധനം തിരിച്ചിങ്ങോട്ട് ആക്ക്. റൈറ്റിലോട്ട് എന്നെ ഈ കൈയാക്ക് തിരിച്ചു കൊണ്ടുപോവാ. ഇങ്ങനെ കൈ പിടിച്ച് കൊണ്ടുപോവാണോ? ഇങ്ങനെയൊക്കെ ടെൻഷൻ മാറും. നമ്മളെ മൈൻഡ് മൊത്തം ഈ കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മളെ തലയിൽ എല്ലാം ബ്ലാങ്ക് ആയിട്ട് ഈ കയ്യിലേക്ക് വന്ന പാട് അത് കണ്ടിട്ട് തല ചുറ്റുന്നു. അല്ല ടീച്ചർ, ഇങ്ങനെ മാത്രം കറക്കിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങനെ കറക്കിയ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? ഒരുപോലെ ചെയ്യണം, ഒരുമിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഒരു റൊട്ടേറ്റ്. ഈ ഇടത്തെ കൈ റൗണ്ട്, വലത്തെ കൈ ഹാഫ്. ഇത് രണ്ടും അത് നല്ല സിമ്പിൾ ആണ്. അല്ലടാ, ഇതിങ്ങനെയൊന്നും അല്ലടാ ചേച്ചി. ഇത് മറ്റേതിനെക്കാളും പാടാണല്ലോ. ഇതിലും ഏറ്റവും നല്ല എന്താ അറിയോ? ടെൻഷൻ അവിടെ നിൽക്കുന്ന. അല്ല, ഇത് ചെയ്യാൻ പറ്റാത്തതിന്റെ ടെൻഷനായി ഇപ്പൊ. എനിക്കിപ്പോ ഭയങ്കര ടെൻഷനായി. അപ്പൊ നമുക്കിന്ന് എന്തായിരുന്നു അടുത്ത പരിപാടി? അതെല്ലാം മറന്നുപോയി. എല്ലാം എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഇത്? ഒരു കൗണ്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏതാ? എന്നറിയോ? എടാ, എന്റെ അച്ഛൻ ഈ വീടിന്റെ വിളക്കായിരുന്നു. ആ വിളക്കിലെ വെട്ടം കണ്ടപ്പോഴാണ് നിന്റെ അമ്മ പിണങ്ങി 6 മാസം അവരുടെ വീട്ടിൽ പോയി നിന്നത്. അത് കിട്ടില്ല സാർ. അത് മാത്രമല്ല, കുറെ കൗണ്ടർ ഉണ്ട്. ഡബിൾ വോയിസിലെ പാട്ട് പാടിയതും ഡ്യൂറ്റ്. അയ്യോ, അത് നല്ലായിരുന്നു. തുടക്കത്തില് കാച്ചത് ഒക്കെ റൈസായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഈ ടെൻഷൻ മാറ്റാൻ ബാറ്ററി നോക്കിയാലോ? എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. ശരി, 16,000 rupees ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ശരി, ഇനി നമ്മുടെ ബാങ്ക് ഓഫ് കൊച്ചിൻ അതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് തരാവോ? ദാ